ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുവാനാകട്ടെ. ആരാണ് ഭാഗ്യവാൻ? റോമാലേഖനം 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യത്തിൽ ദൈവം പ്രവൃത്തി കൂടാതെ നീതി കണക്കിടുന്നു. മനുഷ്യൻ്റെ ഭാഗ്യം ദാവീദും വർണ്ണിക്കുന്നത് അധർമ്മം മോഹിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ഭാഗ്യവാന്മാർ. കർത്താവ് പാപം കണക്കിടാത്ത മനുഷ്യൻ ഭാഗ്യവാൻ. ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവ് നമ്മുടെ പാപം മറച്ചു കിട്ടിയാൽ, നമ്മുടെ അകൃത്യം കണക്കിടാതിരുന്നാൽ അതാണ് ഏറ്റവും വലിയ ഭാഗ്യം. അകൃത്യമുള്ളവന്, പാപമുള്ളവന് കർത്താവിൻ്റെ മുമ്പിൽ നിവർന്നു നിൽക്കാൻ സാധിക്കുകയില്ല. കർത്താവിന് മുമ്പിൽ മാത്രമല്ല, നമ്മൾക്കെങ്ങും നിവർന്നു നിൽക്കാൻ സാധിക്കുകയില്ല. നമ്മൾ ചുരുങ്ങിപ്പോവും, നമ്മൾ പുറകോട്ട് പോവും, നമ്മളൊന്നുമല്ലാതായിപ്പോവും. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ കർത്താവിനെ നമുക്ക് തന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. പാപം മോചിക്കാൻ ഒരാളുള്ളതാണ് ഏറ്റവും വലിയ ഭാഗ്യം. പാപം മോചിക്കപ്പെടുമ്പോൾ രോഗം സൗഖ്യമാകും. രോഗം സൗഖ്യമാകുമ്പോൾ ആരോഗ്യം അനുഗ്രഹമാകും. ആരോഗ്യം അനുഗ്രഹമാകുമ്പോൾ തൊഴിൽ ചെയ്യാനൊക്കും. തൊഴിൽ ചെയ്താൽ ഉപജീവനത്തിന് മാർഗമാകും. ഉപജീവനം ആർഭാടമാക്കാനല്ല, ഉപജീവനം കഴിക്കുന്നത് പോലെ ഉപജീവനം ഇല്ലാത്തവരെ കരുതുവാൻ നമ്മൾ കാണിക്കുന്ന ആ വലിയ മനസ്സ് നമുക്കുണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ കടുംചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുപ്പിക്കാമെന്നുള്ള ദൈവത്തിൻ്റെ വാഗ്ദത്തമാണ്. അത് ഹിമം പോലെ വെളുപ്പിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദത്തം. അതുകൊണ്ട് ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ അമിതമായി ഇറങ്ങുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാം. കർത്താവേ, പരിശുദ്ധ പിതാവേ, ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങണം. ദൈവകൃപ ശക്തമായി സമ്പാദിച്ചുകൊള്ളണം. അഗതികളോടും അനാഥരോടും വിധവമാരോടും കരുണ കാണിപ്പാനുള്ള ദൈവീയ ശക്തി തന്നാട്ട്. കേരള മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, ലോകരാജ്യങ്ങളിലെ പ്രസിഡന്റുമാർ, പ്രധാനമന്ത്രിമാർ, വിവിധ സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാർ, MP-മാർ, MLA-മാർ, ബഹുമാനമുള്ള കോടതികൾ, വക്കീൽമാർ, വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ, ഫോട്ടോഗ്രാഫേഴ്സ്, ലോകമെമ്പാടും സുവിശേഷം അറിയിക്കുന്നവർ, പരിശുദ്ധാത്മാവിൽ എല്ലാവരും ഒരുപോലെ ആയിരിക്കാൻ സഹായിച്ചാട്ട്. WHO, ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ്, റവന്യൂ ഡിപ്പാർട്ട്മെൻറ്റ്, പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ്, അർദ്ധ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, ഡോക്ടേഴ്സ്, നഴ്സ്, മറ്റ് സ്റ്റാഫുകൾ, മരുന്നുകൾ, മരുന്ന് കമ്പനിക്കാർ, മരുന്ന് കച്ചവടക്കാർ, മരുന്ന് വിതരണക്കാർ, ആംബുലൻസ് ഡ്രൈവേഴ്സ്, വഴിയോര കച്ചവടക്കാർ, സ്കൂളുകൾ, കോളേജുകൾ, ജയിലുകൾ, ഓർഫനേജിൽ കഴിയുന്നവർ, ബെഡിഡനായിട്ടുള്ളവർ, എപ്പേർപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ കരുണ കൃപ എല്ലാവരുടെ മേലും വ്യാപരിക്കണമേ. സുഖമായി ദൈവത്തിൻ്റെ ശക്തി വ്യാപരിച്ചാട്ട്. യേശുവെ നന്ദി, യേശുവെ സ്തോത്രം, യേശുവെ ആരാധന, യേശുവെ മഹത്വം. യേശു മൂലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ. ആമീൻ. ഗോഡ് ബ്ലെസ് യു. തീരാത്ത കനിവിൻ്റെ കനലാണു തീക്കനൽ, അണയുവാനൊരുങ്ങും ഈ ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ. തീക്കനൽ, തീക്കനൽ.